വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന സർജിയൻ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വിഡ്ഢിത്തം. ശരിയായ പദം വിഡ്ഢിത്തം. വില്ല് എന്ന് അർത്ഥം വരാത്ത പദം. ഓപ്ഷൻ സി അമ്പ്. വില്ല് എന്ന അർത്ഥം വരാത്ത പദം അമ്പ്. വില്ല് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ചാപം, കാർമുകം, കോദണ്ഡം. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോടെ. വില്ല് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ചാപം, കാർമുകം, കോദണ്ഡം. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കൃപണൻ. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീതം കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ പെരും പ്ലസ് പറ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം. ഓപ്ഷൻ സി കർത്തൃ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃ. ഇത് ഓർത്ത് വയ്ക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. അതായത് താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിന്റെ സ്ത്രീലിംഗം ത്രീയിലായിരിക്കും വരുന്നത് കേട്ടോ. അതായത് ഈ താവ് മാറ്റി അവിടെ ത്രീ എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗമാണെങ്കിൽ അവിടുത്തെ ആ താവ് മാറ്റിയിട്ട് ത്രീ എന്ന് എഴുതിയാൽ അത് സ്ത്രീലിംഗമാവും. അത് ഓൾമോസ്റ്റ് ഒരു 90% കറക്റ്റാണ് കേട്ടോ. ഫുള്ളായിട്ട് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 90% വാക്കുകളുടെയും അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദമാണെങ്കിൽ താവ് മാറ്റി അവിടെ ത്രീ എഴുതിയാൽ അതിൻ്റെ സ്ത്രീലിംഗം കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, കർത്താവ്. കർത്താവ് എന്നുള്ളതിൻ്റെ താവ് മാറ്റിയിട്ട് ത്രീ എഴുതുക. അപ്പോൾ നോക്കിക്കേ, കർത്തൃ. കർത്തൃ ആയിരിക്കും അതിൻ്റെ സ്ത്രീലിംഗം. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി മിടുക്കർ. ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ അഞ്ചോ ആറോ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏതാണ്? സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക. ഓർത്തു വെച്ചോണേ, വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക. പുത്രന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി സ്നുഷ. പുത്രന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക. ശീകരം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ സി ജലകണം. ശീകരം എന്ന വാക്കിന് സമാനമായ പദം ജലകണം. അമ്പ് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ബി അജിരം. അമ്പ് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം അജിരം. അമ്പ് എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് വിശിഖം, ഇഷു, ശരം. ഓർത്തു വയ്ക്കുക, അമ്പ് എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ വിശിഖം, ഇഷു, ശരം. അണിയം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ അമരം. അണിയം എന്ന പദത്തിന്റെ വിപരീത പദം അമരം. സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം ഏത്? ഓപ്ഷൻ ബി കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ എന്ന പദത്തിന് സമാനമായ മലയാള പദം കരിങ്കാലി. മൂസത്ത് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ മനയമ്മ. മൂസത്ത് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം മനയമ്മ. നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി ഉണ്ടച്ചോറിൽ കല്ലിടുക. നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഉണ്ടച്ചോറിൽ കല്ലിടുക. ഇ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഓപ്ഷൻ സി ഇത്തരം. ഇ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഇത്തരം. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി സാധ്വി. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏതാണ്? സാധ്വി. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്? ഓപ്ഷൻ എ നാമാങ്കം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് നാമാങ്കം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരുന്നവയാണ് നാമധേയം, ആഖ്യ, അഭിധാനം. ഓർത്തു വയ്ക്കുക,
പേര് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ. നാമധേയം, അഭിധാനം, ആഖ്യ. ആമ്പൽ എന്ന പദത്തിൻ്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ കൈരവം, കുവലയം. ആമ്പൽ എന്ന പദത്തിൻ്റെ സമാനാർത്ഥമുള്ള ജോഡികൾ ഏതൊക്കെയാണ്? കൈരവം, കുവലയം. മക്കത്തായം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി മക്കൾ പ്ലസ് തായം. മക്കത്തായം പിരിച്ചെഴുതുക. മക്കൾ പ്ലസ് തായം. ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വൃഷ്ടി. വൃഷ്ടിക്ക് എസ് പോലിരിക്കുന്ന ടായാണ്. ഓർത്ത് വെച്ചോണം, വൃഷ്ടി വരുമ്പം എസ് പോലിരിക്കുന്ന ടായാണ് കേട്ടോ. ശരിയായ പദം ഏതാണ്? വൃഷ്ടി. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി വിവൃതം. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതം വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി ലേഖകൻ, ലേഖക. ലേഖകൻ ലേഖികയാണ് വരേണ്ടത് കേട്ടോ. ലേഖകൻ ലേഖികയാണ്, ലേഖിക. അപ്പോൾ ഇവിടെ എന്താണ് തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി? ലേഖകൻ, ലേഖക. ലേഖകൻ ലേഖികയാണ് വരേണ്ടത്. ഓക്കെ. താഴെ പറയുന്നവയിലെ ശരിയായ ജോഡികളാണ് നോക്കിക്കേ. വിദ്വാൻ, വിദുഷി, പത്നി, പതി, മകൻ, മകൾ. അപ്പം അതും കൂടി ഓർത്ത് വയ്ക്കുക, ശരിയായ ജോഡികൾ കേട്ടോ. വിദ്വാൻ സ്ത്രീലിംഗം, വിദുഷി, പത്നി പുല്ലിംഗം, പതി, മകൻ സ്ത്രീലിംഗം, മകള്. ഓക്കെ. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ഓപ്ഷൻ ബി അയാൾ. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ, അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആൺമക്കൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ആൺമക്കൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനങ്ങളാണ് പണിക്കർ, മക്കൾ, ഭാരതീയർ. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് പണിക്കർ, മക്കൾ, ഭാരതീയർ. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ ബി എല്ലാം ശരി. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം. ഓക്കെ. അപ്പം ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക. അത്യന്തം. ഓപ്ഷൻ സി അതി പ്ലസ് അന്തം. അത്യന്തം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? അതി പ്ലസ് അന്തം. പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ബി ആമുഖം. പ്രിയമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ആമുഖം. മെറ്റാമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ. ഓപ്ഷൻ സി രൂപാന്തരീകരണം. മെറ്റാമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി അഹസ് പ്ലസ് രാത്രം. അഹോരാത്രം പിരിച്ചെഴുതുക. അഹസ് പ്ലസ് രാത്രം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി വൈശിഷ്ട്യം. ശരിയായ പദം കണ്ടെത്തുക. വൈശിഷ്ട്യം. വൈശിഷ്ട്യത്തിൽ നോക്കിക്കേ, എസ് പോലിരിക്കുന്ന ടായാണ് വരുന്നത്. വൈശിഷ്ട്യം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ ഡി ദുർഗ്രഹം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ബി വാസ്തവം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? ഓപ്ഷൻ ബി അലിംഗ ബഹുവചനം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? അലിംഗ ബഹുവചനം.
ബുദ്ധി എന്ന വാക്കിന് പര്യായമല്ലാത്തത് ഓപ്ഷൻ ബി വീക്രി. ബുദ്ധി എന്ന വാക്കിന് പര്യായ പദമല്ലാത്തത് വീക്രി. ബുദ്ധി എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് ധിഷണ, മനീഷ, പ്രജ്ഞ. അതും കൂടി ഓർത്ത് വെക്കുക. ബുദ്ധി എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ധിഷണ, മനീഷ, പ്രജ്ഞ. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ സി കിട്ടാതെയായി. കിട്ടാതെ പ്ലസ് ആയി ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? കിട്ടാതെയായി. പുല്ലിംഗമല്ലാത്തത് ഓപ്ഷൻ ഡി സൂര്യൻ. പുല്ലിംഗമല്ലാത്തത് ഏതാണ്? സൂര്യൻ. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഐകമത്യം. ശരിയായ പദം ഏതാണ്? ഐകമത്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം ഒരു വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം ഒരു വിഹഗ വീക്ഷണം. ചേർത്തെഴുതുക എൻ പ്ലസ് കില്ല്. ഓപ്ഷൻ എ എങ്കിൽ. ചേർത്തെഴുതുക എൻ പ്ലസ് കില്ല് എങ്കിൽ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? വൈദ്യർ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏതാണ്? വൈദ്യർ. നദി എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി തടിനി. നദി എന്നർത്ഥം വരുന്ന പദം തടിനി. ഖണ്ഡനം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി മണ്ഡനം. ഖണ്ഡനം വിപരീത പദം മണ്ഡനം. രണ്ട് തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥം ഏത്? ഓപ്ഷൻ ഡി ഏഷണി പറയുക. രണ്ട് തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥം ഏതാണ്? ഏഷണി പറയുക. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. ശരിയായ വാക്യം ഏതാണ്? രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ അമൂല്യം. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം ഏതാണ്? അമൂല്യം. സ്ത്രീലിംഗ ശബ്ദം ഏത്? ഓപ്ഷൻ സി രാജ്ഞി. സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? രാജ്ഞി. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലകണം. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മരുമായിട്ട്. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. അനാച്ഛാദനത്തിൽ ചായും ഇച്ചായും വരും കേട്ടോ. അനാച്ഛാദനം. പിന്നെ ദായാണ് വരുന്നത്. അനാച്ഛാദനം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ്? പുള്ളിയൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിൻ പ്ലസ് തലം. ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? പരുന്തിൻ്റെ. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി അനുകൂലമാവുക. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം അനുകൂലമാവുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി അനാസ്ഥ. ശരിയായ പദം ഏതാണ്? അനാസ്ഥ. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി സ്വാ പ്ലസ് അധീനം. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. സ്വാ പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ ഡി തരുണി. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം തരുണി.
തത്തയുടെ പര്യായ പദം അല്ലാത്തത്. ഓപ്ഷൻ എ പരഭൃതം. പരഭൃതം എന്ന് വെച്ചാൽ കുയിലാണ്, ഓർത്ത് വയ്ക്കുക. പരഭൃതം കുയില്. തത്തയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? പരഭൃതം. തത്തയുടെ പര്യായ പദങ്ങളാണ് കീരം, ശാരിക, ശുകം. അതും കൂടി ഓർത്ത് വെക്കുക. തത്തയുടെ പര്യായ പദങ്ങൾ കീരം, ശാരിക, ശുകം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി പാരത്രികം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഓപ്ഷൻ എ അത്യാപത്ത്. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. എങ്ങനെ വരും? അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി നടികൾ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നടികൾ. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ സി സഹർഷം. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം ഏതാണ്? സഹർഷം. ശരിയായ വാക്യം ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. ശരിയായ വാക്യം തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ഞ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ ഡി നീഹാരം. മഞ്ഞ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം നീഹാരം. പൂതപ്പാട്ട് എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി ഇടശ്ശേരി. പൂതപ്പാട്ട് എന്ന കൃതി രചിച്ചത് ഇടശ്ശേരി. വർഗ അക്ഷരങ്ങളിൽ ഘോഷം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ഖ, ജ, ഠ, ഥ, ഭ. ഘോഷം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖ, ജ, ഠ, ഥ, ഭ. ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി അർത്ഥം. ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം അർത്ഥം. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ലേത്? ഓപ്ഷൻ ഡി കുരയ്ക്കും പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ലേതാണ്? കുരയ്ക്കും പട്ടി കടിക്കില്ല. ഉയർച്ച ആഗ്രഹിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി അഭ്യുദയകാംക്ഷ. ഉയർച്ച ആഗ്രഹിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദം അഭ്യുദയകാംക്ഷ. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമം ഏത്? ഓപ്ഷൻ എ സംജ്ഞാനാമം. ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമം ഏതാണ്? സംജ്ഞാനാമം. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമായി വരുന്ന പദം? ഓപ്ഷൻ ഡി ഉപസംഹാരം. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീത പദം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം? ഓപ്ഷൻ ബി തൂലം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം തൂലം. മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ഹിമം, നീഹാരം, തുകിനം. ഓർത്ത് വയ്ക്കുക. മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഹിമം, നീഹാരം, തുകിനം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മിടുക്കർ. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? പിപാസു. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി 10, 15. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10, 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ഉരുളക്കുപ്പേരി. പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ഊർധ്വശ്വാസം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഊർധ്വശ്വാസം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏത്? ഓപ്ഷൻ സി നിഷ്ഫലയത്നം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏതാണ്? നിഷ്ഫലയത്നം. നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? ഓപ്ഷൻ ഡി കാമം ഇല്ലാത്തത്. നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥം കാമം ഇല്ലാത്തത്. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. ശരിയായ വാക്യം ഏതാണ്? ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പത്രി. പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് പത്രി. പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ് അദ്രി, ശൈലം, അചലം.
പർവ്വതത്തിൻ്റെ പര്യായപദങ്ങളാണ് അദ്രി, ശൈലം, അചലം. ആടറിയുമോ അങ്ങാടി വാണിഭം, ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഓപ്ഷൻ സി, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ആടറിയുമോ അങ്ങാടി വാണിഭം, ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് നിദ്രം. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് നിദ്രം. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ഓപ്ഷൻ എ രക്ഷാകർത്തൃ. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം രക്ഷാകർത്തൃ. ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടുപിടിക്കാൻ താവ് മാറ്റിയിട്ട് അവിടെ ത്രീ എന്ന് ചേർത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന ഏകദേശം ഒരു 90%, ഒരു 90% വാക്കുകളുടെ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളുടെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഈ താവ് മാറ്റി അവിടെ സ്ത്രീ ആക്കിയാൽ മതി. ഓക്കെ, നോക്കിക്കേ, രക്ഷാകർത്താവ്, താവ് അവിടെ മാറ്റി എന്നിട്ട് അവിടെ ത്രീ എഴുതി കൊടുത്താൽ അത് സ്ത്രീലിംഗം ആയിക്കോളും. അത് ഏകദേശം ഒരു 90% കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാം 100% വാക്കുകളുടെ കറക്റ്റ് അല്ല. അതൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഫുള്ള് കറക്റ്റ് അല്ല, ഏകദേശം എല്ലാ വാക്കുകളുടെയും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. താവിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദങ്ങളുടെ സ്ത്രീലിംഗം കണ്ടുപിടിക്കാൻ താവ് മാറ്റിയിട്ട് അവിടെ ത്രീ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന അവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, ഭാഗവതർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനമല്ലാത്തത് ഏതാണ്? ഭാഗവതർ. ഈ പൂജക ബഹുവചനത്തിൽ വരുന്ന വാക്കുകളെല്ലാം ഏകവചനങ്ങളാണ്. അതുണ്ടെങ്കിൽ അതായിരിക്കും ബഹുവചനമല്ലാത്തത് കേട്ടോ. പൂജക ബഹുവചനം, അതായത് അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനം കാണിക്കാനായിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഈ പൂജക ബഹുവചനം സൂചിപ്പിക്കുന്നത്. അപ്പം അർത്ഥം കൊണ്ട് അത് ഏകവചനം തന്നെയാണ്. അപ്പോൾ പൂജക ബഹുവചനമായിട്ട് വരുന്നതാണ് ബഹുവചനം അല്ലാത്തതിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വിരുദ്ധന്മാർ, ധീരന്മാർ, ഭൃത്യന്മാർ, ഇതെല്ലാം ബഹുവചന രൂപങ്ങളാണ്. ഭാഗവതർ അതെന്താ? പൂജക ബഹുവചനം. അപ്പോൾ അത് എന്താണ്? ഭാഗവതർ എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് ഏകവചനം, ഒരാളെയാണ് നമ്മൾ ഭാഗവതർ എന്ന് വിളിക്കുന്നത്. ബഹുമാനത്തെ സൂചിപ്പിച്ച് പൂജക ബഹുവചനത്തിൽ പറയുന്നത് കൊണ്ടാണ് ഭാഗവതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ബഹുവചനമല്ലാത്തത് ഭാഗവതർ. ഓക്കെ, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു, ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ഓപ്ഷൻ ഡി, പ്രതിഗ്രാഹിക. കുട്ടികളെ, എ എന്ന പ്രത്യയം വരുന്നത് എന്താണ്? പ്രതിഗ്രാഹികയാണ് കേട്ടോ. എ, കുട്ടികളെ എന്ന് പറയുമ്പോൾ എ എന്ന പ്രത്യയം വരുന്നത് എന്താണ്? പ്രതിഗ്രാഹികയാണ്. അപ്പോൾ വിഭക്തി ഏത് വരും? എ. എ എന്ന പ്രത്യയം വന്നാൽ വിഭക്തി എന്താണ്? പ്രതിഗ്രാഹിക. കുട്ടികളെ, എ. ഓക്കെ, പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ബന്ധുരം. കൂടത്തിൽ പെടാത്തത് ബന്ധുരം. കനകം, കാഞ്ചനം, ഹേമം, ഇതൊക്കെ സ്വർണത്തിൻ്റെ പര്യായപദങ്ങളാണ്. കനകം, കാഞ്ചനം, ഹേമം, ഇതൊക്കെ സ്വർണത്തിൻ്റെ പര്യായപദങ്ങളാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ബന്ധുരം. ചന്ദ്രഹാസം വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ, കോപിക്കുക. ചന്ദ്രഹാസം വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി, ഹരിശ്ചന്ദ്രൻ. ശരിയായ പദം ഹരിശ്ചന്ദ്രൻ. ഷായും ചായും കൂടെ ചേർന്ന് വരും കേട്ടോ, ഹരിശ്ചന്ദ്രൻ. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ ബി, ഊപ്പാട്. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം ഊപ്പാട്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി, പൂജക ബഹുവചനം. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ഗാഠം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ, ശിഥിലം. ഗാഠം എന്ന പദത്തിൻ്റെ വിപരീതം ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ബി, ചിത് പ്ലസ് ആകാശം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത് പ്ലസ് ആകാശം. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം? ഓപ്ഷൻ ഡി, സ്നുഷ. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം സ്നുഷ. ജാമാതാവ് എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവ്, സ്നുഷ എന്ന് വെച്ചാൽ മകൻ്റെ ഭാര്യ. ഓർത്ത് വെച്ചോണേ, ജാമാതാവ് മകളുടെ ഭർത്താവാണ്, സ്നുഷ മകൻ്റെ ഭാര്യയാണ്. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം? സംശയാസ്പദം. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം? ഓപ്ഷൻ ഡി, തത്വമല്ല
പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം തത്വമല്ല, പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ലേഖിക. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ലേഖിക. അകൻ എന്നതിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗം ഇക എന്നാണ് വരുന്നത് കേട്ടോ. ഏകദേശം ഒരു 90% ഫുള്ളാണെന്ന് പറയാൻ പറ്റില്ല. അകൻ എന്ന് അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദമാണെങ്കിൽ അത് ഇക എന്ന് ആയിരിക്കും ആദ്യം സ്ത്രീലിംഗ വരുന്നത്. ഏകദേശം ഒരു 90% ഇങ്ങനെ വരുള്ളേ. അകൻ മാറ്റി അവിടെ ഇക വരും. നോക്കിക്കേ, ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏതാണ്? ലേഖിക. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ശരിയാകത്തില്ല, ഏകദേശം ശരിയാകും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം എന്താണ്? ലേഖിക. ലേഖകൻ, അകൻ, ലേഖിക, ഇക വന്നത് കണ്ടോ? അങ്ങനെ. ഓക്കെ. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ശിഥിലം. ദൃഢം എന്ന വാക്കിൻ്റെ വിപരീത പദം ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി താഴെ പ്ലസ് ഇറങ്ങി. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി പൈമി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം പൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ പുതിയത് 9. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി പുതിയത് 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിതു നിർണയം. ആരുടെ വരികൾ? കുഞ്ചൻ നമ്പ്യാരുടെ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിതു നിർണയം. ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാരുടെ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ആസ്യം. മുഖം എന്ന പദത്തിൻ്റെ പര്യായ പദം ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. അക്കാലം സന്ധി നിർണയിക്കുക. ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗൃഹീതൻ. ശരിയായ പദം അനുഗൃഹീതനാണ് കേട്ടോ. അനുഗ്രഹാണ് വരുന്നത്. അനുഗൃഹീതൻ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി വിമ്മിട്ടം. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പദം വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? മഹച്ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ പിപീലിക. വണ്ട് എന്ന അർത്ഥം വരാത്ത പദം പിപീലിക. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ഭ്രമരം, ഭൃംഗം, അളി. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ഭ്രമരം, ഭൃംഗം, അളി. അതോർത്ത് വയ്ക്കുക കേട്ടോ. പിപീലിക എന്ന് വെച്ചാൽ ഉറുമ്പാണേ. പിപീലിക ഉറുമ്പ്. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി സ്പൃഹണീയം. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം സ്പൃഹണീയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി നമ്മൾ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? നമ്മൾ. കൊലയാന ഉള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. കൊലയാന ഉള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ദിക്ക് പ്ലസ് മുഖം. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ദിക്ക് പ്ലസ് മുഖം. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം. ഓപ്ഷൻ സി സംക്ഷിപ്തത. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ പ്രേക്ഷകൻ. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം പ്രേക്ഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ ഗുരുക്കള്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏതാണ്? ഗുരുക്കൾ. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്താണ്? അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കാനാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഗുരുക്കൾ. ഗുരുക്കൾ നോക്കിക്കുക, ഒരാളെയല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ബഹുവചന രൂപമായി വരാത്തത് എന്താണ്? ഗുരുക്കൾ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരുന്നവയാണ് വധുക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കൾ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മടയൻ. ശരിയായ പദം മടയൻ. മടയൻ. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഓപ്ഷൻ സി ആകാശക്കോട്ട. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം കിഞ്ചിഞ്ചൻ. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി പൊൽക്കുടം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. പൊൽക്കുടം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏട് കെട്ടുക. ശ്വശ്വരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ശ്വശ്രു. ശ്വശ്വരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ശ്വശ്രു ആണ്. ശ്വശ്വരൻ എന്ന് വെച്ചാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെ ആണ് ശ്വശ്വരൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ എന്താ? അമ്മായി അച്ഛൻ. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ, അതാണ് ശ്വശ്വരൻ. ശ്വശ്രു എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എന്താ? അമ്മായി അമ്മ. അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മേനെയാണ് ശ്വശ്രു എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്വശ്വരൻ എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? ശ്വശ്രു. ശ്വശ്വരൻ ആരാണ്? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ. ശ്വശ്രു എന്താണ്? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മ. ഓക്കെ, നമ്മുടേതായ നാട്ടുഭാഷ നമ്മളൊക്കെ പറയുന്ന യൂഷ്വലി പറയുന്ന രീതിയിൽ പറഞ്ഞാൽ എന്താ? ശ്വശ്വരൻ അമ്മായിയച്ഛൻ, ശ്വശ്രു അമ്മായിയമ്മ. ഓക്കെ, എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി തോറ്റോടുക. പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം തോറ്റോടുക. ധനം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഋണം. ധനം എന്ന പദത്തിന്റെ വിപരീത പദം ഋണം. മാംസഭുക്ക് പര്യായപദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആമിഷാശി. മാംസഭുക്ക് പര്യായപദം ഏതാണ്? ആമിഷാശി. തിരു പ്ലസ് പാദം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ഡി തൃപ്പാദം. തിരു പ്ലസ് പാദം ചേർത്തെഴുതുമ്പോൾ തൃപ്പാദം. ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ സി ആദ്യവും അന്തവും. ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ആദ്യവും അന്തവും. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പശുക്കൾ. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പശുക്കൾ. താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി കണ്ടാൻ. താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം കണ്ടാൻ. കേട്ടേ തീരു എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി ശ്രാവ്യം. കേട്ടേ തീരു എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം ശ്രാവ്യം. ഏത്? ഓപ്ഷൻ ബി അനുഗൃഹീതൻ. ശരി ഏതാണ്? അനുഗൃഹീതൻ. ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക. ഉദ്യാനപാലിക. മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അകൻ എന്ന് അവസാനിക്കുന്ന പുല്ലിംഗം ഇക എന്ന് ആക്കി മാറ്റിയാൽ അതിൻ്റെ സ്ത്രീലിംഗം കിട്ടുമെന്ന്. അത് ഏകദേശം ഒരു 90% വാക്കുകളുടെ, ഫുള്ളല്ല കേട്ടോ. എന്താണ് നമ്മൾ മുമ്പേ പഠിച്ചതാണല്ലേ. അകൻ എന്ന് അവസാനിക്കുന്നത് അതിൻ്റെ പുല്ലിംഗമാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഇകയിലായിരിക്കും വരുന്നത്. ഇക എന്നായിരിക്കും വരുന്നത്. ഇകയിൽ അവസാനിക്കും. നോക്കിക്കേ, ഉദ്യാനപാലകൻ അകൻ, ഉദ്യാനപാലിക അകൻ, ഇകയായത് കണ്ടോ? ഓക്കെ, അപ്പോൾ അതങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ആയിരിക്കും, ഫുള്ളല്ല. എല്ലാ വാക്കുകളുടെയും എന്ന് പറയാൻ പറ്റില്ല. ഒരു 90% വാക്കുകളുടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അകനിൽ അവസാനിക്കുന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം ഇകയിലായിരിക്കും വരുന്നത്. അകൻ, ഇക. അപ്പോൾ ഇവിടെ എന്താണ്? ഉദ്യാനപാലകൻ സ്ത്രീലിംഗം, ഉദ്യാനപാലിക. ഓക്കെ. ഹിതത്തെ കാംക്ഷിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ ഹിതേച്ചു. ഹിതത്തെ കാംക്ഷിക്കുന്നവൻ ഒറ്റപ്പദം ഹിതേച്ചു. പുലിവാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക. പുലിവാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക. അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം ശരി. 5ഓ 6ഓ? അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ 5ഓ 6ഓ? തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ ഓപ്ഷൻ ഡി തീ ഉണ്ടാക്കാനുള്ള പെട്ടി. തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും? തീ ഉണ്ടാക്കാനുള്ള പെട്ടി. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി? ഓപ്ഷൻ ബി 5ആം പത്തി. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി 5ആം പത്തി. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം? ഓപ്ഷൻ സി ചിന്താശൂന്യമായ പ്രവൃത്തി. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം ചിന്താശൂന്യമായ പ്രവൃത്തി. അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ഡി അന്ത പ്ലസ് ഗതം. അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ അന്ത 2 കുത്ത് പ്ലസ് ഗതം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി നിങ്ങൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം നിങ്ങൾ. അർത്ഥം കൊണ്ട് ഏകവചനമാണ് ആണെങ്കിലും ബഹുമാനം സൂചിപ്പിക്കാനായിട്ടാണ് പൂജക ബഹുവചനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും?
പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ്? നിങ്ങൾ. അത് അർത്ഥം കൊണ്ട് ഏകവചനമാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ വരുന്നുള്ളൂ. ഓക്കെ. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി, രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ശരിയായ വാക്യം എന്താണ്? രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ശരിയായ പദം ഏത്? സ്രഷ്ടാവ്. ശരിയായ പദം സ്രഷ്ടാവ്. നിലാവ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ചാന്തനിക. നിലാവ് എന്ന പദത്തിൻ്റെ പര്യായപദമല്ലാത്തത് ചാന്തനിക. നിലാവ് എന്ന പദത്തിൻ്റെ പര്യായപദങ്ങളാണ് ചന്ദ്രിക, കൗമുദി, ജ്യോത്സന. ഓർത്തു വെച്ചോണേ, നിലാവ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ചന്ദ്രിക, കൗമുദി, ജ്യോത്സന. വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം ലോഹ്യം പറച്ചിൽ. വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം ലോഹ്യം പറച്ചിൽ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കുട്ടികൾ. കൂട്ടത്തിൽ പെടാത്തത് കുട്ടികൾ. സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ, ഇതൊക്കെ എന്താണ്? സലിംഗ ബഹുവചനമാണ് അല്ലേ? സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ സ്ത്രീലിംഗ ബഹുവചനമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് അലിംഗ ബഹുവചനം വരും. സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ എന്താ? സ്ത്രീകളെയും പുരുഷന്മാരെയും സെപ്പറേറ്റ് പറയുമ്പോഴാണ് എന്താ? സലിംഗ ബഹുവചനം. ഈ സ്ത്രീകളും പുരുഷന്മാരും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് അത് എന്ത്? അലിംഗ ബഹുവചനമാകുന്നത് കേട്ടോ. ആണുങ്ങളെ പെണ്ണുങ്ങളെ ചേർത്ത് പറയുമ്പോഴാണ് അതെന്താ? അലിംഗ ബഹുവചനമായി വരും. സലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോക്കിക്കേ, സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ, ഇതൊക്കെ എന്താണ്? സലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം എന്ത് വരും? കുട്ടികൾ. കുട്ടികളിനകത്ത് ആൺകുട്ടികളും വരും, പെൺകുട്ടികളും വരുമല്ലോ. ഓക്കെ. ക്രാസം വിപരീത പദം എഴുതുക. ഓപ്ഷൻ സി, വികാസം. ക്രാസം വിപരീത പദം വികാസം. പാണിയും പാദവും സമാസിക്കുമ്പോൾ ഓപ്ഷനെ ഒന്ന് മാത്രം ശരി. പാണിപാദം. പാണിയും പാദവും സമാസിക്കുമ്പോൾ എന്ത് വരും? പാണിപാദം. വാക്യം ഏത്? ഓപ്ഷൻ സി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ വാക്യം ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ഏത്? ഓപ്ഷൻ ഡി, ജാള്യത. ശരിയല്ലാത്ത രൂപം ജാള്യതയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബാക്കി മൂന്നെണ്ണവും ശരിയായ രൂപങ്ങളാണ് കേട്ടോ. ജാള്യം, ജലത, ജലത്വം, ഇതൊക്കെ ശരിയായ രൂപങ്ങളാണ്. ഓക്കെ. ശരിയല്ലാത്തത് ജാള്യത. മകൾ എന്നർത്ഥമുള്ള പദം ഏത്? ഓപ്ഷൻ സി, തനയ. മകൾ എന്നർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം നീരവം. രവം വിപരീത പദം നീരവം. അന്ത പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ അന്തശ്ചിദ്രം. അന്തശ്ചിദ്രം എന്ന് വരും. അന്ത പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ അന്തശ്ചിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം കിങ്കരി. കിങ്കരൻ സ്ത്രീലിംഗം കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ, മിടുക്കർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി, വാക്ക് പ്ലസ് മയം. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ഡി, കുരുടന്മാരോടരുത്. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. അനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏത്? പ്രത്യുൽപ്പന്നമതി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏതാണ്? പ്രത്യുൽപ്പന്നമതി. ബാഹ്യമായി കരുത്തുറ്റതെന്ന് പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ ഡി, കടലാസു പുലി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ്? കടലാസു പുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അനുപ്രയോഗം. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അനുപ്രയോഗം. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി, സഖി. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം സഖി. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പാരത്രികം. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം പാരത്രികം. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി, അഭ്യസ്ത വിദ്യൻ. ശരിയായ പദം ഏതാണ്? അഭ്യസ്ത വിദ്യൻ. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏതാണ്? ബഹുവീഖ്രി. ശൗരി എന്താണ്? ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ ആണ് ശൗരി. അപ്പോൾ ഇതിൻ്റെ സമാസം ഏതാണ്? ബഹുവീഖ്രി. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി, ബുദ്ധിയില്ലാത്ത. അക്രതു എന്ന പദത്തിനർത്ഥം ബുദ്ധിയില്ലാത്ത. പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി, സ്നുഷ.
താഴെ പറയുന്നതിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം സ്നുഷ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം ഏത്? വൈയാകരണൻ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ജനകൻ ജാനകി. ജനകൻ ജനനിയാണ്. ജനകൻ ജനനിയാണ് സ്ത്രീലിംഗം കേട്ടോ. നോക്കിക്കേ, തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി ഏതാണ്? ജനകൻ ജാനകി. ജനകന്റെ സ്ത്രീലിംഗം എന്താണ്? ജനകൻ ജനനി. ഇനി ഇതിൽ ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളും കൂടെ പഠിക്കുക. ലേഖകൻ ലേഖിക, സ്വാമി സ്വാമിനി, ദേവൻ ദേവി. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ. ലേഖകൻ ലേഖിക, സ്വാമി സ്വാമിനി, ദേവൻ ദേവി. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി സൗപർണം. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം സൗപർണം. കൊന്നമരം എന്നർത്ഥം വരുന്ന പദങ്ങളാണ് അരഗ്വതം, കർണികാരം, സുവർണകം. ഓർത്തുവെക്കുക, കൊന്നമരം എന്നർത്ഥം വരുന്ന പദങ്ങൾ അരഗ്വതം, കർണികാരം, സുവർണകം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഭരതവാക്യം ചൊല്ലുക. അവസാനിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി പരാ പ്ലസ് ഉപകാരം. പരോപകാരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പരാ പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീതം ബഹിർമുഖൻ. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീതം ബഹിർമുഖൻ. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുള്. ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുള് ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കപോലം തലയോട്ടി. കപോലം എന്ന് വെച്ചാൽ കവിൾത്തടമാണ്. കപോലം കവിൾത്തടം. ഓർത്തു വെച്ചോണം, കപോലം കവിൾത്തടം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ് ക്ഷിതി അർത്ഥം ഭൂമി, രുതിരം അർത്ഥം ചോര, സുരൻ അർത്ഥം ദേവൻ. അപ്പോൾ അതുപോലെ കപോലം എന്താണ് അർത്ഥം വരുന്നത്? കവിൾത്തടം. ഓക്കെ, തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാ? കപോലം തലയോട്ടി എന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്. കപോലം അർത്ഥം എന്താണ്? കവിൾത്തടം. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഇതാണ് ശരിയായ വാക്യം. മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം. ഓപ്ഷൻ ബി കെട്ടിലമ്മ. മാടമ്പി എതിർലിംഗം കെട്ടിലമ്മ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏത്? വിപതി ധൈര്യം. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി പാഷാണത്തിൽ കൃമി. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്നർത്ഥം വരുന്ന ശൈലി പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി വെള് പ്ലസ് മ. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെള് പ്ലസ് മ എന്ന് വരും. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് നിഴലിനോടുള്ള യുദ്ധം. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജോത്സന എന്നിവ ഏതിൻ്റെ പര്യായപദങ്ങളാണ്? നിലാവിൻ്റെ. കൗമുദി, ജോത്സന എന്നിവ ഏതിൻ്റെ പര്യായപദങ്ങളാണ്? നിലാവിൻ്റെ. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ശിപാർശ. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശിപാർശ. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. ഓപ്ഷൻ സി വിഷണ്ണനായിരിക്കുക. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ. ഓപ്ഷൻ ഡി ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഗൗണം. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഇത്. ഓപ്ഷൻ ബി ഓട്ടേടം കൊണ്ട് വിളിച്ചപ്പെടരുത്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഓട്ടേടം കൊണ്ട് വിളിച്ചപ്പെടരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം ഓളം ഇങ്ങനെ രണ്ടും കൂടെ ഒരു വാക്യത്തിൽ വരുവേല കേട്ടോ. അതുകൊണ്ടാണ് അത് തെറ്റായ വാക്യമായത്. നോക്കിക്കേ, തെറ്റായ വാക്യം ഏതാ? ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം ഓളം ഇങ്ങനെ വരുവില്ല. ഏകദേശം 300ഓളം കണ്ടോ, അങ്ങനെ വരത്തില്ല. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായപദം എഴുതുക. ഓപ്ഷൻ സി വിലേശയം. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായപദം വിലേശയം. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി വെള് പ്ലസ് മായ. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെള് പ്ലസ് മായ. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത്. ഓപ്ഷൻ ബി വരകം. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് വരകം.
മാവ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് ചൂതം, ആമ്രം, രസാലം. ഓർത്തു വയ്ക്കുക, മാവിൻ്റെ പര്യായ പദങ്ങളെ ചൂതം, ആമ്രം, രസാലം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി കവയിത്രി. ശരിയായ പദം ഏതാണ്? കവയിത്രി. ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ഇതിൽ 4 അക്ഷരമല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 2 അക്ഷരത്തിന് പുള്ളിക്കെട്ടില്ല, അവസാനത്തെ 2 അക്ഷരത്തിന് പുള്ളിക്കെട്ടുണ്ട്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുവാണ്. കവയിത്രി എന്ന് എഴുതുമ്പോൾ 4 അക്ഷരം ഉള്ളത്. ആദ്യത്തെ 2 അക്ഷരത്തിന് പുള്ളിക്കെട്ടില്ല, അവസാനത്തെ 2 അക്ഷരത്തിന് പുള്ളിക്കെട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമ്മൾ പുള്ളിക്കെട്ടെന്നല്ലേ പറയുന്നത് ഈ ഒരു സിമ്പിളിന്. അപ്പം കവയിത്രി. ഓക്കെ, 4 അക്ഷരമുണ്ട്. ആദ്യത്തെ 2 എണ്ണത്തിന് പുള്ളിക്കെട്ടില്ല, അവസാനത്തെ 2 എണ്ണത്തിന് പുള്ളിക്കെട്ടുണ്ട്. അപ്പോൾ ഇവിടെ കവയിത്രിയാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. കവയിത്രി ശരിയായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള ക്ലൂവാണ് പറഞ്ഞത്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻ സി വിദുഷി. വിദ്വാൻ സ്ത്രീലിംഗം വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ അരയാൽ. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം അരയാൽ. ഒറ്റ പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം, പരകീയം. സ്വകീയം വിപരീത പദം പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. ഓപ്ഷൻ സി പട പ്ലസ് കളം. പിരിച്ചെഴുതുക. പടക്കളം, പട പ്ലസ് കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിടേണ്ടി വന്നു. ശരിയായ വാക്യം ഏതാണ്? ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിടേണ്ടി വന്നു. മറ്റ് ഗദ്യന്തരം ഇങ്ങനെ രണ്ടും കൂടെ ഒരു വാക്കിൽ വരുവല്ല കേട്ടോ. അന്നേരം അത് തെറ്റിപ്പോവും. മറ്റ് ഗദ്യന്തരം ഇങ്ങനെ ഒരു വാക്യത്തിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുവല്ല. കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ, മറ്റ് ഗദ്യന്തരം അങ്ങനെ വരത്തില്ല. ചേർത്തെഴുതുക. നല് പ്ലസ് നൂല്. ഓപ്ഷനെ നന്നൂല്. നല് പ്ലസ് നൂല് ചേർത്തെഴുതുമ്പോൾ നന്നൂല് എന്ന് വരും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? ഓപ്ഷനെ തടിനി. നദിയുടെ പര്യായ പദം തടിനി. വിപരീത പദം എഴുതുക. ചഞ്ചലം, അചഞ്ചലം. വിപരീത പദം ചഞ്ചലം, അചഞ്ചലം. പിരിച്ചെഴുതുക. ഉണ്മ, ഉൾ പ്ലസ് മ. ഉണ്മ, ഉൾ പ്ലസ് മ. ശരിയായ പദം ഏത്? ഓപ്ഷൻ സി നിശ്ചയം. ശരിയായ പദം നിശ്ചയം. സമാന പദം ഏത്? ഇനൻ, അർത്ഥം സൂര്യൻ. ഇനൻ അർത്ഥം സൂര്യൻ. തെറ്റില്ലാത്ത വാക്യം ഏത്? ഓപ്ഷൻ ബി നന്ദി പറയുന്നു. നന്ദി പറയുന്നു. തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നു എന്നാണ്. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം. ആസ്ത സീഡ് സോദ സ്പ്രൗട്ട് പരിഭാഷ എന്ത്? വിത്തുഗുണം 10 ഗുണം. ആസ്ത സീഡ് സോദ സ്പ്രൗട്ട് പരിഭാഷ എന്താണ്? വിത്തുഗുണം 10 ഗുണം. ചേർത്തെഴുതുക. ഇ പ്ലസ് അൾ, ഇവൾ. ഇ പ്ലസ് അൾ, ഇവള്. കുളങ്കോരി ശൈലിയുടെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക. കുളങ്കോരി എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. മാരാര് പൂജക ബഹുവചനമാണ്. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. ഓപ്ഷൻ സി കുട്ടി. പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടി. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി അത്ഭുതം. അതായത് അത്ഭുതം എന്നാണ് വരേണ്ടത്. അത്ഭുതം എന്ന് വേണം. അത്ഭുതം. ശരിയായ പദം അത്ഭുതം. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി അഴകിയ രാവണൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം വരുന്ന പ്രയോഗശൈലി അഴകിയ രാവണൻ. താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ക്ഷിതി. ഭൂമിയുടെ അർത്ഥം ക്ഷിതി. നിന്ന എന്ന പദത്തിൻ്റെ വിപരീത പദം സ്തുതി. നിന്ന എന്നതിൻ്റെ വിപരീതം സ്തുതി. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം വഴിയുണ്ട്. ആഗമസന്ധിക്ക് ഉദാഹരണം വഴിയുണ്ട്. യായും വായും വന്നിട്ടുണ്ടെങ്കിൽ അത് ആഗമസന്ധി ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഇവിടെ നോക്കിക്കേ, വഴിയുണ്ട്, യാ വന്നിട്ടില്ലേ? അപ്പം അങ്ങനെ വന്നാൽ ആഗമസന്ധി ആയിരിക്കും. യായും വായും വരുന്നത്. ഇതൊരു ക്ലൂവാ കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, തിരുവോണം. തിരുവോണം. തിരുവോണം എന്ന് പറഞ്ഞാൽ ആഗമസന്ധിയ. കണ്ടോ, ഈ വാ വന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വായും യായും ഒക്കെ വന്നാൽ അത് ആഗമസന്ധി ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ വഴിയുണ്ട്, യാ വന്നിട്ടുണ്ട്, ആഗമസന്ധിയാണ്. തിരുവോണം, വാ കണ്ടോ, അപ്പോൾ അത് ആഗമസന്ധിയാണ്. ഓക്കെ, യായും വായും വരുന്നതുകൊണ്ടൊന്ന്
വരുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആഗമസന്ധിയാണെന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ യഥേഷ്ടം. തത്ത്വത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി വെണ്മ. തന്മാത്ര തത്ത്വത്തിന് ഉദാഹരണം വെണ്മ. കൈകാലുകൾ സമാസം ഏതാണ്? ദ്വന്ദ്വൻ. കൈകാലുകൾ സമാസം ദ്വന്ദ്വൻ. ശരിയായ രൂപം ഏത്? അഭ്യസ്ത വിദ്യൻ. ശരിയായ രൂപം അഭ്യസ്ത വിദ്യൻ. സ്ഥായാണ് വരുന്നത്, സ് താ വരും കേട്ടോ. അഭ്യസ്ത വിദ്യൻ. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആർഷം. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ആർഷം. അർത്ഥം എഴുതുക ഇനൻ സൂര്യൻ. അർത്ഥം എഴുതുക ഇനൻ സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. നായ കഥാപാത്രമായ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ. നായ കഥാപാത്രമായ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള. സന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ സി വന്നില്ല. ലോപസന്ധിക്ക് ഉദാഹരണം വന്നില്ല. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. ശരിയായ പദം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി തിരശ്ചീനം. ശരിയായ പദം തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ദൃദുക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ദൃദുക്ഷു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അവരോഹണം. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ വിണ്ടലം. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക മിടുക്കൻ. പുല്ലിംഗ ശബ്ദം മിടുക്കൻ. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്